എൻ്റെ പേര് ബിബിൻ. ഞാൻ പോട്ട ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ അപ്പോളോ ടയേഴ്സിൽ ഇലക്ട്രിക്കൽ സെക്ഷനിൽ വർക്ക് ചെയ്യുകയാണിപ്പോൾ. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തികച്ചും യാദൃശ്ചികമായി പലപ്പോഴും ദൈവം നമ്മെ കൈനടത്തുന്ന സന്ദർഭങ്ങളാണ്. പലപ്പോഴും പഠന വേളകളിൽ, പലപ്പോഴും വീണു പോകുമെന്ന് കരുതിയ നിമിഷങ്ങളിൽ പലപ്പോഴും ഈശോ എന്നെ കൈനടത്തിയിട്ടുണ്ട്. തോൽക്കുമെന്ന് വിചാരിച്ചിടത്തെല്ലാം ദൈവം എന്നെ ഉയർത്തിയിട്ടുണ്ട്. ജോലി സ്ഥലങ്ങളിലായാലും പുറത്തുള്ള ഏതൊരു സന്ദർഭങ്ങളിലും ഏതൊരു പ്രവർത്തന മേഖലകളിലും പലപ്പോഴും വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ വീഴുമെന്ന് തോന്നുമ്പോൾ ആ ഈശോയുടെ കുരിശിലേക്ക് നോക്കി അവിടത്തോട് പ്രാർത്ഥിക്കാനായിട്ട്, ഈശോയുടെ അമ്മയുടെ കരം പിടിച്ച് ക്രിസ്തുവിലേക്ക് നടക്കാനായിട്ട് അവിടുന്ന് സഹായിച്ചിട്ടുണ്ട്. ആ വിശ്വാസവും പ്രത്യാശയും എന്നും എന്നെ കൈനടത്തിയിട്ടേ ഉള്ളൂ. സഭയോടൊത്ത് ചിന്തിക്കുന്ന, സഭയോടൊത്ത് പ്രവർത്തിക്കുന്ന പുതിയ യുവജന ശക്തിക്കായി നമുക്കെല്ലാം അണിചേരാം. കുടുംബത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്തും, ജോലിയില്ലാതിരുന്ന സമയത്ത് ഒത്തിരിയേറെ പഠനം കഴിഞ്ഞു, ബാക്കിയുള്ളവർക്കെല്ലാം ജോലി കിട്ടി. എൻ്റെ അത്രയും പഠിപ്പില്ലാത്തവർക്ക് വരെ, ഞാൻ പഠിപ്പിനെ കുറിച്ച് പറയുന്നത് ഞാൻ പൊക്കി പറയുന്നതല്ല, ഉണ്ടായിട്ട് പോലും എനിക്ക് ജോലി കിട്ടാത്ത അവസ്ഥയും, ഞാൻ വളരെയേറെ ബുദ്ധിമുട്ടിയിരുന്ന അവസ്ഥകളും ഉണ്ടായിരുന്നു. അന്നെല്ലാം എന്നോട് എൻ്റെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചൊക്കെ പറയും, നീ പ്രാർത്ഥിക്ക്, നീ പള്ളി പോയി പ്രാർത്ഥിക്ക്, നിനക്ക് നടന്നു കിട്ടും, എല്ലാം നിനക്ക് നന്നായി വരും. അന്ന് തുടങ്ങി ഇന്ന് വരെ ദൈവം സഹായിച്ച് ഇതുവരെ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. പലപ്പോഴും കുടുംബജീവിതത്തിലായാലും ജോലിസ്ഥലത്തും സമൂഹത്തിലും പലപ്പോഴും വീഴ്ചകൾ വരുമ്പോഴും പ്രാർത്ഥന എന്നും എന്നെ പിടിച്ചു നിർത്തിയിട്ടേ ഉള്ളൂ. വിശുദ്ധ കുരിശിനോടുള്ള സ്നേഹം എന്നും ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടേ ഉള്ളൂ. വിശുദ്ധ കുരിശിനെ സ്നേഹിച്ച് എനിക്ക് നല്ല അനുഗ്രഹങ്ങൾ ലഭിച്ചതുപോലെ നിങ്ങൾക്കും വിശുദ്ധ കുരിശിനെ സ്നേഹിച്ചാൽ നല്ല അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ജീവിതത്തിലുണ്ടാകും എന്ന് ഞാൻ ആശംസിക്കുന്നു. ക്രൈസ്റ്റ് ഇൻ യൂത്ത്. പ്രിയ സുഹൃത്തുക്കളെ, വിവിൻ്റെ ജീവിതത്തിലുണ്ടായ ദൈവാനുഗ്രഹം നമ്മൾ കേട്ടു. വിശുദ്ധ കുരിശിനോട് ചേർന്ന് നിന്നപ്പോൾ, വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്നപ്പോൾ ദൈവം തനിക്ക് ഒരു നല്ല ജോലിയും നല്ല കുടുംബ ജീവിതവും തന്ന് അനുഗ്രഹിച്ചു എന്ന് ബിബിൻ നമ്മളോട് പങ്കുവെച്ചു. പ്രിയമുള്ളവരെ, ഈ ബിബിന്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടായതുപോലെ മറ്റു യുവജനങ്ങളും മറ്റ് ദൈവജനവും മറ്റു വിശ്വാസികളും ഇനിയും ഈശോയെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമുക്കും പ്രാർത്ഥിക്കാം ദൈവത്തോട്, ഈശോയോട്. ബിബിന് ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടായതുപോലെ, ദൈവാനുഭവം ഉണ്ടായതുപോലെ മറ്റുള്ളവർക്കും ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ഈശോയെ സ്തുതിച്ചുകൊണ്ട് കരം കോർത്ത് പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന ആരാധന. ഈശോയെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക യുവജനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അങ്ങിൽ നിന്ന് അകന്നു പോകുന്ന യുവജനങ്ങള്, പാപത്തിൻ്റെതായ തെറ്റുകളിലേക്ക് വീണു പോകുന്ന യുവജനങ്ങള്, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അങ്ങയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വിശുദ്ധിയുള്ള യുവജനങ്ങൾ സഭയിൽ ഉണ്ടാകുവാൻ, സമൂഹത്തിൽ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, വിശുദ്ധ കുരിശിനോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന നല്ല മക്കള് ഈ സമയത്തിലും സമൂഹത്തിലും ഉണ്ടാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പ് കാലഘട്ടത്തില് ഈശോയെ പരിത്യാഗ പ്രവർത്തികളിലൂടെ ഈശോയെ നോമ്പിന്റെ ചൈതന്യത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ട് എല്ലാ തിന്മയിൽ നിന്നും മാറി നിന്നുകൊണ്ട് അങ്ങേ സ്നേഹിക്കുന്ന യുവജനങ്ങൾ ഉണ്ടാകുവാൻ, സഭയിൽ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.